അർജുന്റെ കണ്ണാടിക്കിലെ വീടിന് മുന്നിൽ നിന്ന് റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കുടുംബം. അതിന് മാത്രമേ അവർക്ക് കഴിയൂ. അർജുന് അന്ത്യയാത്രാമൊഴി നൽകാൻ അവിടെ എന്തൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത്? ലിബീഷ്, അർജുനെ ഇനി നാട്ടിലേക്ക് എത്തിക്കുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം നിയമപരമായ നടപടിക്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ DNA പരിശോധന. അത് ഏറ്റവും എളുപ്പത്തിലാക്കാനുള്ള ശ്രമങ്ങൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി നടക്കുന്നുണ്ട്. അതിനുള്ള ഇടപെടൽ ഇവിടെ നിന്നും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരും കോഴിക്കോട് MP MK രാഘവനടക്കമുള്ള എല്ലാവരും അതിനുവേണ്ടി നിരന്തരമായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കർണാടക സർക്കാർ സ്വമേധയാ ചെയ്യാൻ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് സർക്കാരുകളും ഒപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാവരും നമ്മൾ അർജുനു വേണ്ടി കഴിഞ്ഞ 72 ദിനരാത്രങ്ങൾ എങ്ങനെ ഒറ്റക്കെട്ടായി നിലകൊണ്ടോ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിന് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കുടുംബം ആശ്വാസം പ്രകടിപ്പിക്കുന്നു. അവരുടെ വേദന, അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. ഇനിയിപ്പോൾ അർജുന് അന്ത്യയാത്ര ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ കൂടിയാണ്. അതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ കണ്ണാടിക്കലിലെ പരിസരത്തെല്ലാം തന്നെ പതിയെ തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇപ്പോൾ അർജുൻ്റെ സംസ്കാരം എവിടെ നടത്തണമെന്ന കാര്യം സംബന്ധിച്ച് കുടുംബം തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് അർജുൻ്റെ വീടാണ്. ഈ വീടിൻ്റെ തൊട്ടു പിറകിൽ ഉള്ള അർജുൻ്റെ തന്നെ വീട്ടുപറമ്പുണ്ട്. ആ സ്ഥലത്താണ്, അതായത് അർജുൻ ഒരു സ്ഥലം വാങ്ങിയിരുന്നു, അധ്വാനിച്ച് ഒരു സ്ഥലം വാങ്ങിയിരുന്നു. അതിന് തൊട്ടടുത്തായിട്ടുള്ള വീട്ടുപറമ്പിലാണ്. കാരണം അർജുൻ വാങ്ങിയ സ്ഥലത്ത് സംസ്കാരം ബുദ്ധിമുട്ടാകുന്നത് ഇവിടെ ഈ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. അത് അവിടെ സംസ്കരിച്ചാൽ അത് പിന്നീട് ഭാവിയിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുപറമ്പിനോട് ചേർന്നായിരിക്കും അർജുൻ്റെ മൃതദേഹം സംസ്കരിക്കുക എന്ന് അവർ വ്യക്തമാക്കുന്നു. എന്തായാലും അർജുൻ്റെ കുടുംബം ഇനി അർജുൻ്റെ മൃതദേഹത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കാരണം DNA അടക്കമുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. ഈ കുടുംബം ഈ ഒരു കാലഘട്ടം ഉടനീളം ഒപ്പം നിന്ന മലയാളികൾക്കെല്ലാം തന്നെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്കെല്ലാം ആദ്യം കൂടെ നിന്നത് MK രാഘവൻ MP ആണെന്ന് അവർ പറയുന്നു. കാരണം ജൂലൈ 16 അർജുനെ കാണാതായ നിമിഷം, അതിനുശേഷം ജൂലൈ 18 രാത്രിയിലാണ് കോഴിക്കോട് MK രാഘവൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെയൊരു കാര്യം അവർ പറയുന്നത്. അതിനുശേഷം MK രാഘവൻ MP ഇടപെട്ട് കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ അയച്ച് കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നു എന്ന് കുടുംബം പറയുന്നു. മറ്റൊരു കാര്യം കുടുംബം വ്യക്തമാക്കുന്നത്, ഡ്രഡ്ജർ എത്തിക്കാൻ KC വേണുഗോപാൽ MPയും ഒപ്പം MK രാഘവനും എല്ലാം നിരന്തരം കർണാടക സർക്കാർ ശ്രമം നടത്തി. ഈ ഈശ്വർ മാൽപ്പയെ കർണാടക സർക്കാർ തഴഞ്ഞിട്ടില്ല. കർണാടക സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുടുംബത്തെ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില വ്യാജ പ്രചരണങ്ങൾ കർണാടകയിൽ നിന്നുൾപ്പെടെ, കർണാടകയിൽ നിന്നല്ല, ഈ മലയാളത്തിലെ ചില യൂട്യൂബ് ചാനലുകളിൽ നിന്നടക്കം കർണാടകയെ സംബന്ധിച്ചും ഒപ്പം കേരളത്തിൻ്റെ സംബന്ധിച്ചുമെല്ലാം തന്നെ ഉണ്ടായി. കുടുംബത്തിനെതിരെ പോലും ഒരു ഘട്ടത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ പ്രചരണം നടത്തി. അത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു. മനാഫിനെതിരെ അടക്കം പ്രചരണം നടക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സൈബർ ആക്രമണം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജിതിൻ ആണ്, അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിനാണ് കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം അവിടെ മുഖ്യമന്ത്രിയെ കാണുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് ഏകോപിപ്പിക്കാൻ കാർവാർ MLA ആയ സതീഷ് സൈൽ കൂടെ നിന്നു. അങ്ങനെയുള്ള ലോക മലയാളികളെല്ലാം തന്നെ പ്രാർത്ഥനയോടുകൂടിയും മാനസികമായ പിന്തുണയും നൽകി കുടുംബത്തോടൊപ്പം നിന്നു. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ കുടുംബം. ഇനി നിയമപരമായ നടപടിക്രമങ്ങളുമായി അവർ കാത്തിരിക്കുകയാണ്. അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്താൻ വേണ്ടി നാട്ടുകാർ അനൗദ്യോഗികമായി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, അർജുൻ്റെ മൃതദേഹം കണ്ണാടിക്കൽ ടൗണിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഒരു വിലാപയാത്രയായിക്കൊണ്ട് നാടിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമനയാണ് അർജുൻ. കാരണം നമ്മൾ പലതവണ പറഞ്ഞ കാര്യമാണ്, ഇവിടെ ഈ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ കുടിവെള്ള സ്രോതസ്സുകൾക്കടക്കം അത് ഉപയോഗിക്കാൻ
പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ ശുദ്ധജലം എല്ലാ വീടുകളും ഇവിടെയുള്ള 1000-ലധികം വരുന്ന വീടുകളിലേക്ക് എത്തിക്കുന്നതിൽ യുവാക്കളിൽ പ്രധാനിയാണ് അർജുൻ. അങ്ങനെയുള്ള നാടിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമനയായ അർജുന് നാട് വിലാപയാത്രയായി കൊണ്ടായിരിക്കും അർജുൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക്, കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അർജുൻ്റെ അച്ഛൻ പ്രേമൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും വീണ് പരിക്കേറ്റ് കിടക്കുകയാണ്. അതിനിടയിലാണ് മകൻ്റെ മൃതദേഹം കണ്ടെത്തിയ വാർത്ത കൂടി അവർ അറിയുന്നത്. അതിൻ്റെ ഒരു വേദനയുണ്ട് ആ പിതാവിന്. സ്വാഭാവികമായും പിതാവും അമ്മ ഷീലയും അടക്കമുള്ളവരുടെ മൃതദേഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അർജുൻ്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഷിരൂരിൽ ഉള്ളത്. മറ്റ് ആളുകൾ, അതായത് അർജുൻ്റെ മൂത്ത സഹോദരി അഞ്ജുവും ഇളയ സഹോദരി അഭിരാമിയും അടക്കമുള്ള സഹോദരങ്ങളെല്ലാം തന്നെ ഈ വീട്ടിലുണ്ട്. മറ്റു കുടുംബാംഗങ്ങൾ, ഇളയമ്മ ഹേമ അടക്കമുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ വീട്ടിലുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി സമീപവാസികളും ബന്ധുക്കളും എല്ലാം തന്നെ വരുന്നുണ്ട്. ജനപ്രതിനിധികളായ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിലുപരി കേരളത്തിലെ മാധ്യമങ്ങളുടെ, ഔദ്യോഗികമായ മാധ്യമങ്ങളുടെ ഇടപെടലിന് അവർ നന്ദി പറയുകയാണ്. ഒപ്പം ചില യൂട്യൂബ് ചാനലുകൾ നടത്തിയ ദുഷ്പ്രചരണം അത് വേദനിപ്പിച്ചു എന്നും കുടുംബം തുറന്നു പറയുന്നുണ്ട്. ലിബിഷ്, പ്രിയപ്പെട്ടവൻ ജന്മനാട്ടിലേക്ക് അവസാനമായി എത്തുന്നത് കാത്തിരിക്കുകയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം ഒന്നാകെ. വിവരങ്ങളാണ് റിയാസ് KMR നൽകിയത്.